ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് തേർഡ് സ്റ്റാൻഡേർഡിലെ 2024-25 അധ്യയന വർഷത്തെ ഇംഗ്ലീഷ് ആനുവൽ ഇവാലുവേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കിയാലോ. ലിസൺ ആൻഡ് ആൻസർ. ഹാവ് യു ലിസൺ ടു ദ സ്റ്റോറി? നിങ്ങളൊരു സ്റ്റോറി കേട്ടോ അല്ലേ? അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ ടീച്ചർ ഒരു സ്റ്റോറി പറഞ്ഞു തരും. ഓക്കെ, നമുക്ക് ആ സ്റ്റോറി ഒന്ന് കേട്ട് നോക്കിയാലോ കൂട്ടുകാരെ. ഓക്കെ, നമുക്ക് നോക്കാം. മനു ഹാഡ് എ ബ്യൂട്ടിഫുൾ റെഡ് കൈറ്റ്. മനുവിന് എന്താണ്? മനോഹരമായൊരു റെഡ് കൈറ്റ് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ ഗിഫ്റ്റ് ഫ്രം ഹിസ് ഗ്രാൻഡ് ഫാദർ. ആരുടെ ഗിഫ്റ്റ് ആയിരുന്നു? അവൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഗിഫ്റ്റ് ആയിരുന്നു. വൺ ഡേ ഹി വാസ് ഫ്ലൈയിങ് ഹിസ് കൈറ്റ് ഓൺ ദ റിവർ സൈഡ്. ഒരു ദിവസം അവൻ എന്താണ്? അവൻ്റെ കൈറ്റ് ആ റിവർ എന്ന് പറഞ്ഞാൽ അത് നദിയല്ലേ, നദിയുടെ അരികിലിരുന്ന് പറത്തുകയായിരുന്നു. ജസ്റ്റ് ദെൻ ഹി സോ എ റെഡ് സഡൻലി ദ കൈറ്റ് ലൈൻ ബ്രോക്ക്. പെട്ടെന്ന് എന്ത് സംഭവിച്ചു? ആ കൈറ്റിൻ്റെ ആ ലൈനിലെ നൂലങ്ങ് പൊട്ടിപ്പോയി. നമുക്കറിയാം ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടുക. ദെൻ ബ്രോക്ക് എന്താണ്? പൊട്ടി. ഓക്കെ, ദെൻ ദ വിൻഡ് ടുക്ക് ദ കൈറ്റ് ഫാർ എവേ. കാറ്റ് ആ പട്ടത്തെ ദൂരത്തേക്ക് കൊണ്ടുപോയി. ഓ നോ മൈ കൈറ്റ് ഈസ് ഗോൺ, മനു ക്രൈഡ്. ഓ നോ മൈ കൈറ്റ് ഈസ് ഗോൺ. എൻ്റെ ആ പട്ടം പറന്നുപോയി. മനു ക്രൈഡ്, മനു കരഞ്ഞു. മനു സേഴ്സ് ദ കൈറ്റ് എവരിവർ. എല്ലായിടത്തും മനു എന്ത് ചെയ്തു? കൈറ്റ് തിരഞ്ഞു നോക്കി. ബട്ട് ഹി കുഡിന്റ് ഫൈൻഡ് ഇറ്റ്. പക്ഷെ അവനത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. മനു ബിക്കെയിം സാഡ് ആൻഡ് ടയേർഡ്. മനു എന്താണ്? ദുഃഖിതനും ടയേർഡുമായല്ലേ. ഹി സാറ്റ് ഓൺ ദ റോക്ക് നിയർ ദ റിവർ. അവൻ എന്ത് ചെയ്തു കൂട്ടുകാരെ? ഹി സാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇരിക്കല്ലേ. സിറ്റിൻ്റെ പാസ്റ്റ് ഫോമാണ് എന്ത്? സാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹി സാറ്റ് ഓൺ ദ റോക്ക് നിയർ ദ റിവർ. റിവറിനടുത്തുള്ള ആ ഒരു പാറയുടെ മുകളിൽ അവൻ ഇരുന്നു. ജസ്റ്റ് ദാൻ ഹീ സോ റെഡ് കളർ ഇൻ ദ വാട്ടർ. ജസ്റ്റ് ദാൻ അപ്പം എന്താണ്? ഹീ സോ അവൻ കണ്ടു. സീ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാണല്. സിയുടെ പാസ്റ്റ് ഫോമാണ് എന്ത്? സോ എന്ന് പറയുന്നത്. ഓക്കെ, ഹീ സോ റെഡ് കളർ ഇൻ ദ വാട്ടർ. അവൻ വെള്ളത്തിൽ ഒരു ചുവന്ന നിറം കണ്ടു. ദാറ്റ് ലുക്ക്ഡ് ലൈക്ക് ഹിസ് കൈറ്റ്. അത് എന്തുപോലെ ഉണ്ടായിരുന്നു? അവൻ്റെ പട്ടം പോലെ ഉണ്ടായിരുന്നു. ഇറ്റ്സ് മൈ കൈറ്റ്സ് റിഫ്ലക്ഷൻ. അവൻ പറയുകയാണല്ലേ, ഇറ്റ്സ് മൈ കൈറ്റ്സ് റിഫ്ലക്ഷൻ. അത് എൻ്റെ കൈറ്റിൻ്റെ റിഫ്ലക്ഷനാണ്. മനു ലുക്ക്ഡ് അപ്പ്. മനു മുകളിലേക്ക് നോക്കി. ഹി സോ ദ കൈറ്റ് ഓൺ ദ ട്രീ നിയർ ബൈ. അപ്പോൾ അവൻ എന്ത് കണ്ടു? ട്രീയുടെ അടുത്തായിട്ട് അവൻ്റെ കൈറ്റ് കണ്ടു. ഇറ്റ് വാസ് സ്റ്റക്ക് ഇൻ ദ ബ്രാഞ്ചസ്. അത് എന്താണ്? മരത്തിൻ്റെ കൊമ്പിൽ സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണല്ലേ. ബട്ട് ഹൗ ക്യാൻ ഐ ഗെറ്റ് ഇറ്റ്? ഹി വണ്ടേഡ്. അതിന് എങ്ങനെ എനിക്ക് കിട്ടും? അവൻ അത്ഭുതപ്പെട്ടു അല്ലേ. ജസ്റ്റ് ദെൻ മനു സോ ഹിസ് ഫ്രണ്ട് ചിന്നു ദ ക്രോ. അപ്പോഴാണ് അവൻ ആരെ കണ്ടത്? ചിന്നു ദ ക്രോ അല്ലേ. അതായത് ചിന്നു എന്ന പേരുള്ള കാക്കയെ കണ്ടത്. അവൻ്റെ ഫ്രണ്ടായ കാക്കയെ കണ്ടത്. ചിന്നു, മൈ കൈറ്റ് ഈസ് സ്റ്റക്ക് ഓൺ ട്രീ, ക്യാൻ യു ഹെൽപ്പ് മീ? അപ്പം മനു ചിന്നുവിനോട് ചോദിക്കുകയാണല്ലേ, മൈ കൈറ്റ് ഈസ് സ്റ്റെക്ക് ഓൺ ദ ട്രീ, ക്യാൻ യു ഹെൽപ്പ് മീ? എൻ്റെ പട്ടം എന്താണ്? മരത്തിന് മുകളിൽ സ്റ്റെക്കായി കിടക്കുകയാണ്, നീ എന്നെ സഹായിക്കുമോ എന്ന് മനു ചോദിച്ചു. മനു ആസ്ക്ഡ്. ഓഫ് കോഴ്സ്. ചിന്നു സ്മൈൽഡ് ആൻഡ് സാഡ്. അപ്പം എന്താണ്? ചിന്നു പറഞ്ഞത് ഓഫ് കോഴ്സ്, തീർച്ചയായും. ചിന്നു സ്മൈൽഡ് ആൻഡ് സാഡ്. ചിന്നു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ചിന്നു ഫ്ലൂ അപ്പ് ആൻഡ് ടുക്ക് ദ കൈറ്റ് ഫ്രം ദ ട്രീ. അപ്പോൾ ചിന്നു എന്താണ്? ഫ്ലൂ അപ്പ്, മുകളിലേക്ക് പറന്നു. ഫ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? പറക്കുക അല്ലേ, പറക്കുക. അതായത് ഫ്ലൈൻ്റെ പാസ്റ്റ് ഫോമാണ് എന്ത്? ഫ്ലൂ, പറന്നു. ഓക്കെ, ദെൻ മനു വാസ് സോ ഹാപ്പി ടു ഗെറ്റ് ഹിസ് കൈറ്റ് ബാക്ക്. അപ്പോൾ എന്താണ്? മനുവിന് അവൻ്റെ തിരിച്ചവൻ്റെ പട്ടം കിട്ടി വെക്കുമ്പോൾ ഒരുപാട് സന്തോഷമായി. ഡു യു എൻജോയ് ദ സ്റ്റോറി? നിങ്ങൾ കൂട്ടുകാരെ സ്റ്റോറി എൻജോയ് ചെയ്തോ? നൗ റീഡ് ദ ക്വസ്റ്റ്യൻ ഗിവൺ ഇൻ ആക്ടിവിറ്റി ഓഫ് യുവർ ബാക്ക് ആൻഡ് ആൻസർ. എന്ത് ചെയ്യണം നിങ്ങൾ? ഓരോ ആക്ടിവിറ്റീസ് ആയിട്ട് ഇനി ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ സ്റ്റോറി ഇപ്പോൾ കേട്ടില്ലേ, ഇനി സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. ഓരോ ക്വസ്റ്റ്യൻസ് ആയി നോക്കിയാലോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. മനു ലോസ്റ്റ് ഹിസ് കൈറ്റ് ബിക്കോസ്. മനുവിന് അവൻ്റെ പട്ടം നഷ്ടപ്പെട്ടു. ബിക്കോസ്, റീസൺ എന്താണ്? എന്തുകൊണ്ടാണ്? എന്തായിരുന്നു കൂട്ടുകാരെ കാരണം? പട്ടത്തിൻ്റെ നൂല് പൊട്ടിപ്പോയല്ലേ. അപ്പോൾ ആൻസർ എന്താണ്? The kite line was broken. Okay, the next question നോക്കാം. Who helped Manu to get his kite back? അവൻ്റെ മനുവിന് അവൻ്റെ കൈറ്റ് തിരിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആരാണ് അവനെ ഹെൽപ്പ് ചെയ്തത്? ആരായിരുന്നു അവനെ ഹെൽപ്പ് ചെയ്തത്? ആരാണ്? ചിന്നു ദ ക്രോ അല്ലേ. ചിന്നു എന്ന കാക്കയല്ലേ. ചിന്നു ദ ക്രോ. ഓക്കെ, ദെൻ വേർ ഡിഡ് മനു ഫൈൻഡ് ഹിസ് കൈറ്റ്? എവിടെയാണ് മനു അവൻ്റെ പട്ടം കണ്ടെത്തിയത്? എവിടെയായിരുന്നു? ഓൺ ദ ട്രീ അല്ലേ, മരത്തിന് മുകളിലല്ലേ. ഓക്കെ, ആൻസർ എന്താണ്? ഓൺ ദ ട്രീ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്.
വാട്ട് ഡിഡ് മനു സീ ഇൻ ദ വാട്ടർ? എന്താണ് മനു വെള്ളത്തിൽ കണ്ടത്? യെസ്, കൈറ്റിൻ്റെ റിഫ്ലക്ഷൻ ആണല്ലേ. എന്തായിരുന്നു? ദ റിഫ്ലക്ഷൻ ഓഫ് ഹിസ് കൈറ്റ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് അല്ലേ. ഓക്കെ, അറ്റ് ദ എൻഡ് മനു ഹാസ് ഹാപ്പി ബിക്കോസ്. അവസാനം എന്താണ്? മനു വളരെയധികം സന്തോഷത്തിലായി. ബിക്കോസ് അതിൻ്റെ റീസൺ എന്താണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്താണ്? യെസ്, ഹി ഗോട്ട് ഹിസ് കൈറ്റ് ബാക്ക്. എന്താണ്? അവൻ്റെ പട്ടം തിരിച്ചു കിട്ടിയല്ലേ. ഹി ഗോട്ട് ഹിസ് കൈറ്റ് ബാക്ക്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ നമുക്ക്. ആക്ടിവിറ്റി ടു റീഡ് ആൻഡ് റൈറ്റ്. എന്ത് ചെയ്യുക നിങ്ങൾ? ഈ വായിച്ച് നോക്കിയിട്ട് ആൻസർ ചെയ്യാനല്ലേ. റീഡ് ദ സ്റ്റോറി ഗിവൺ ബിലോ. താഴെ നൽകിയിട്ടുള്ള സ്റ്റോറി വായിക്കുക, ദെൻ ഉത്തരം എഴുതുക. ഓക്കെ, ദ ഫാമേഴ്സ് ഗിഫ്റ്റ്. ഫാർമറിൻ്റെ സമ്മാനം. ദ കിങ് ഗിഫ്റ്റഡ് ദ ഫാമേഴ്സ് മെനി ഗോൾഡ് കോയിൻ. ഫാർമർ എന്താണ്? ഫാർമറിന് രാജാവ് ഒരുപാട് സമ്മാനങ്ങളല്ലേ, അതായത് ഒരുപാട് ഗോൾഡ് കോയിൻസ് എന്താണ് ഗിഫ്റ്റായിട്ട് കൊടുത്തു, സമ്മാനമായി കൊടുത്തു. ദ ഫാർമർ വെൻറ്റ് ഹോം വിത്ത് ഗോൾഡ് കോയിൻസ്. ഫാർമർ എന്ത് ചെയ്യാണ്? ഗോൾഡ് കോയിനുമായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി. ഹി വാസ് വെരി ഹാപ്പി. അദ്ദേഹം വളരെയധികം സന്തോഷത്തിലായിരുന്നു. ഹിസ് വൈഫ് സോ ദ ഗോൾഡ് കോയിൻസ് ആൻഡ് ആസ്ക് വേർ ഡിഡ് യു ഗെറ്റ് ഓൾ ദിസ് കോയിൻസ് ഫ്രം? അപ്പം ഭാര്യ ചോദിക്കുകയാണല്ലോ, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇത്രയും കോയിൻസ് കിട്ടിയതെന്ന് ചോദിക്കുകയാണ്. ദ ഫാമേഴ്സ് ആർ ദ കിങ് ഗാവ് മീ ദസ് കോയിൻസ്. അപ്പോൾ ഫാർമർ എന്താ പറയുന്നത്? ദ കിങ് ഗേവ് മീ ദസ് കോയിൻസ്. ഈ കോയിൻസ് ഒക്കെ തന്നത് കിങ് ആണെന്ന് പറയുകയാണല്ലേ. ഹി ലൈക്ക്ഡ് മൈ ഹോണസ്റ്റി. അദ്ദേഹത്തിന് എൻ്റെ സത്യസന്ധത. ഹോണസ്റ്റി മീൻസ് സത്യസന്ധത അല്ലേ. എൻ്റെ സത്യസന്ധത ഇഷ്ടപ്പെട്ടു. ദ ഫാർമർ ആൻഡ് ഹിസ് വൈഫ് ഡിസൈഡ് ടു ഷെയർ ദ കോയിൻസ് വിത്ത് ദെയർ ഫ്രണ്ട്സ് ആൻഡ് നെയ്ബേഴ്സ്. അപ്പോൾ ഫാർമറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി എന്ത് തീരുമാനിച്ചു? ടു ഷെയർ ദ കോയിൻസ് വിത്ത് ദെയർ ഫ്രണ്ട്സ് ആൻഡ് നെയ്ബേഴ്സ്. ആ കോയിൻസ് അവരുടെ ഫ്രണ്ട്സിനും നെയ്ബേഴ്സിനുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. എവരി വൺ വാസ് ഹാപ്പി. എല്ലാവരും സന്തോഷത്തിലായി. യു ആർ സോ കൈൻഡ്, വൺ ഓഫ് ഹിസ് നെയ്ബേഴ്സ് സാഡ്. അദ്ദേഹത്തിൻ്റെ അയൽവാസികളിൽ ഒരാൾ പറഞ്ഞു, എന്താണ്? യു ആർ സോ കൈൻഡ്, നിങ്ങൾ വളരെയധികം ദയയുള്ളവനാണ്. ദ ഫാർമർ സ്മൈൽഡ് ആൻഡ് സാഡ്. അപ്പോൾ ഫാർമർ എന്ത് ചെയ്തു കൂട്ടുകാരെ? ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ലേ, ഐ ആം ഹാപ്പി ടു ഷെയർ ദ കോയിൻസ്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ടല്ലേ കോയിൻസ് ഒക്കെ ഷെയർ ചെയ്തതിൽ. ഓക്കെ, ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയി നോക്കാം. നൗ ആൻസർ ദ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ, ഹു ഗാവ് ദ ഗോൾഡ് കോയിൻസ് ടു ദ ഫാർമർ? ആരാണ് ഫാർമറിന് ഗോൾഡ് കോയിൻസ് കൊടുത്തത്? ആരാണ്? അതെ, കിങ് ആണല്ലേ. ആൻസർ എന്താണ്? ദ കിങ്. ഓക്കെ, ദെൻ പിക്ക് ഔട്ട് ദ വേർഡ് ഫ്രം ദാറ്റ് മീൻസ് ട്രൂത്ത്ഫുൾനെസ്. ഏതാണ് ട്രൂത്ത്ഫുൾനെസ്സിൻ്റെ മീനിങ് വരുന്ന വേർഡ് ഇതിൽ? അതെ, നമുക്കറിയാം, ഹോണസ്റ്റി ആണല്ലേ. ഹോണസ്റ്റി. ദെൻ വാട്ട് ഡിഡ് ദ ഫാർമർ ആൻഡ് ഹിസ് വൈഫ് ഡിസൈഡ് ടു ഡു വിത്ത് ദ ഗോൾഡ് കോയിൻസ്? ഫാർമറും അദ്ദേഹത്തിൻ്റെ വൈഫും ആ ഗോൾഡ് കോയിൻസ് എന്ത് ചെയ്യാനാണ് തീരുമാനിച്ചത്? എന്ത് ചെയ്യാനായിരുന്നു? ടു ഷെയർ ദം വിത്ത് ഫ്രണ്ട്സ് ആൻഡ് നെയ്ബേഴ്സ്. അതാർക്ക്? ഫ്രണ്ട്സിനും നെയ്ബേഴ്സിനുമായിട്ട് ഷെയർ ചെയ്യാനാണല്ലേ തീരുമാനിച്ചത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ. യു ആർ സോ കൈൻഡ് ഹൂ സാഡ് ദിസ്. നിങ്ങൾ വളരെയധികം ദയയുള്ളവനാണ്. ഇങ്ങനെ ആരാണ് പറഞ്ഞത്? ഫാർമറിൻ്റെ നെയ്ബേഴ്സ് ആണല്ലേ. ആൻസർ എന്താണ്? ദ ഫാർമേഴ്സ് നെയ്ബർ. The farmer's neighbor. The farmer's neighbor. Okay, the next question നോക്കാം. What did the farmer say when his neighbor praised him? അതായത് ഫാർമറിൻ്റെ നെയ്ബേഴ്സ് അദ്ദേഹത്തെ പുകഴ്ത്തി പറയില്ല. പ്രൈസ് ചെയ്യുക പറഞ്ഞാൽ പുകഴ്ത്തി പറഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞത്? എന്താ പറഞ്ഞത്? ലാസ്റ്റ് പറയുന്നുണ്ടല്ലോ. എന്താ പറയുന്നത്? ഐ ആം ഹാപ്പി ടു ഷെയർ ദ കോയിൻസ്. ഐ ആം ഹാപ്പി ടു ഷെയർ ദ കോയിൻസ്. ഓക്കെ, ദെൻ നമുക്ക് സെക്കൻഡ് ആക്ടിവിറ്റി നോക്കാം. അറ്റംപ്റ്റ് എനി 3 ആക്ടിവിറ്റീസ് ഫ്രം 3 to 6 ആണല്ലേ പറഞ്ഞിട്ടുള്ളത്. അതായത് 3 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതിയല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. ആക്ടിവിറ്റി 3, കോൺവെർസേഷൻ. Dorothy and her dog Toto have just arrived the land of Oz after a big storm. Now they are visiting the Wizard of Oz to ask for his help for going back home. Complete the conversation between Wizard of Oz and Dorothy. അപ്പം Wizard of Ozും ഡൊറോത്തിയും തമ്മിലുള്ള കോൺവെർസേഷൻ ആണല്ലേ എഴുതേണ്ടത്. അപ്പോൾ വിസാർഡ് ഓഫ് ഓസ് എന്താ പറയുന്നത് നോക്കൂ. വെൽക്കം, വെൽ ഡൺ ഡൊറോത്തി, യു സേവ് മഞ്ചിക്കിൻസ്, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? നിങ്ങൾക്ക് ഞാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്തു തരേണ്ടതെന്ന് ചോദിക്കുകയാണല്ലേ. അപ്പോൾ
ഡൊറോത്തി എന്താവും പറഞ്ഞിട്ടുണ്ടാവുക? യെസ്, പ്ലീസ് ഹെൽപ്പ് us ടു ഗോ ബാക്ക് ടു അവർ വില്ലേജ്. ദയവ് ചെയ്ത് എൻ്റെ വില്ലേജിലേക്ക്, ഞങ്ങളുടെ വില്ലേജിലേക്ക് തിരിച്ചു പോകാൻ സഹായിക്കൂ എന്ന് പറയുകയാണല്ലേ. അപ്പോൾ വിസാർഡ് ഓഫ് ഓസ് എന്താവും ചോദിച്ചിട്ടുണ്ടാവുക? യെസ്, വൈ ഡു യു വാണ്ട് ടു ലീവ് ദിസ് ബ്യൂട്ടിഫുൾ പ്ലേസ്? നിങ്ങൾ എന്തിനാണ് ഈ മനോഹരമായ പ്ലേസ് വിട്ടു പോകുന്നതെന്ന് ചോദിക്കല്ലേ. അപ്പോൾ ഡൊറോത്തി പറയാണ്, വി ലൈക്ക് അവർ ഹോം ബെറ്റർ. എനിക്കിഷ്ടം ഏതാണ്? ഞങ്ങൾക്ക് ഇഷ്ടം ബെറ്റർ, ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞങ്ങളുടെ വീടാണെന്ന് പറയുകയാണല്ലേ. അപ്പോൾ വിസാർഡ് ഓഫ് ഓസ് എന്താ പറയുന്നത്? ഓക്കെ, ആസ് യു വിഷ് മൈ ഡിയർ, നിങ്ങളുടെ ആഗ്രഹം പോലെ എന്ന് പറയുമല്ലേ. അപ്പോൾ ഡൊറോത്തി എന്താ പറയുന്നത് കൂട്ടുകാരെ? യെസ്, താങ്ക് യു വിസാർഡ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഈ കോൺവെർസേഷൻ എഴുതാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമാജിനേഷൻ അനുസരിച്ച് എന്ത് ചെയ്യുക, ഈ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 4 സ്ലോഗൻസ് ആണല്ലേ. അതായത് എവറി ഇയർ 23rd April ഈസ് സെലിബ്രേറ്റഡ് ആസ് വേൾഡ് ബുക്ക് ഡേ. എല്ലാ വർഷവും എന്താണ് ഏപ്രിൽ 23 വേൾഡ് ബുക്ക് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു, അന്താരാഷ്ട്ര പുസ്തക ദിനമായിട്ടല്ലേ. പ്രിപ്പയർ 2 സ്ലോഗൻസ് ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് ബുക്സ് ആൻഡ് റീഡിങ്. ബുക്സ് ആൻഡ് റീഡിങ് എന്നതിനെക്കുറിച്ച്, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? യെസ്, 2 സ്ലോഗൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. 2 സ്ലോഗൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാവുന്നതാണ്. നമുക്കൊരു മാതൃക പറയാം. റീഡ് ആൻഡ് ഗ്രോ. റീഡ് ആൻഡ് ഗ്രോ. യെസ്, റീഡ് ആൻഡ് യെസ് ഗ്രോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്തെങ്കിലും ഒന്ന് എഴുതുക. റീഡ് ആൻഡ് ഗ്രോ. അല്ലെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾക്ക്? യെസ്, ബുക്സ് ആർ ദ കീ ടു അൺലോക്ക് യുവർ ഡ്രീംസ്. ഇങ്ങനെ എന്തെങ്കിലും എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, സ്ലോഗൻസ് തയ്യാറാക്കുക. ഓക്കെ, ഇത് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കിയാലോ. ആക്ടിവിറ്റി 5 കംപ്ലീറ്റ് ദ സോങ്. ഡൊറോത്തി ആൻഡ് ടോട്ടോ വെർ ഫ്ലൈയിങ് ബാക്ക് ഹോം. ഡൊറോത്തിയും ടോട്ടോയും വീട്ടിലേക്ക് തിരിച്ചു പറക്കുകയാണല്ലേ. ദർ വെർ വെരി ഹാപ്പി. അവർ വളരെയധികം സന്തോഷത്തിലായിരുന്നു. ഡൊറോത്തി സ്റ്റാർട്ടഡ് ടു സിങ് എ സോങ്. ഡൊറോത്തി ഒരു പാട്ട് പാടാൻ തുടങ്ങി. ആഡ് മോർ ലൈൻസ് ടു ദ സോങ്. അപ്പോൾ ആ സോങ്ങിന് കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കാനാണല്ലേ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. യെസ്, ഓവർ ദ ഹിൽസ് വി ഫ്ലൈ ലൈക്ക് പ്ലെയിൻസ് ഗോയിങ് ബാക്ക് ടു സീ അവർ പ്ലേസ് വി സീ ഫീൽ സോ ഹാപ്പി. ഓ ഹാ 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 സിങ് വിത്ത് അസ് ലാ ലാ ലാ. ഇനി നമുക്ക് ഇവിടെ എന്ത് എഴുതാം കൂട്ടുകാരെ? യെസ്, ഓവർ ദ ഹിൽസ് വി ഫ്ലൈ ലൈക്ക് പ്ലെയിൻസ് എന്നുള്ളിടത്ത് നമുക്ക് എന്ത് എഴുതാം? യെസ്, ബേർഡ്സ് എന്ന് എഴുതാം അല്ലേ. ഓവർ ദ ഹിൽസ് എന്നുള്ളിടത്ത് നമുക്ക് ഓവർ ദ ഹൗസസ് എന്ന് എഴുതാം. ഓക്കെ, ഓവർ ദ ഹൗസസ്, അതായത് വീടിന് മുകളിൽ കൂടെ അല്ലേ. ഓവർ ദ ഹൗസസ് വി ഫ്ലൈ ലൈക്ക് ബേർഡ്സ്, ദെൻ ഗോയിങ് ബാക്ക് ടു സീ അവർ പ്ലേസ്, ദെൻ sing we feel so happy. Oh ha 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 sing with us la la la. Then next നമുക്ക് എങ്ങനെ എഴുതാം? ഇതുപോലെ over the trees we fly like jets, then going back to see our place we feel so happy. Oh ha 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 sing with us la la la. നിങ്ങൾക്ക് ഇതുപോലെ വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടേതായ ഇമാജിനേഷൻ അനുസരിച്ച് ഇവിടെ എഴുതാവുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി 6 കംപ്ലീറ്റ് ദ വേർഡ് വെബ് ആണല്ലേ. ജോബ്സ് ആൻഡ് ടൂൾസ് എന്ന് നൽകിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ടീച്ചർ, ടൂൾ നൽകിയിട്ടുണ്ട്, ബോർഡ് അല്ലേ. നോക്കൂ, പിന്നെ ഇവിടെ നൽകിയിട്ടുള്ള നെക്സ്റ്റ് നോക്കൂ. ഒന്നാമത്തേത് എന്താണ്? കാർപ്പൻ്റർ ആണല്ലേ. കാർപ്പൻ്റർ. യെസ്, നമുക്ക് എഴുതാം ഇവിടെ കാർപ്പൻ്റർ. ഓക്കെ, കാർപ്പൻ്റർ എഴുതാമല്ലേ. നെക്സ്റ്റ് ആരായിരിക്കും? സ്റ്റെതസ്കോപ്പ് നൽകിയിട്ടുണ്ട്. ആരാണ്? യെസ്, ഡോക്ടർ. ദെൻ ടൂൾസ് നോക്കൂ, ബ്രഷ് ഒക്കെ ആണല്ലോ. അപ്പോൾ ആരായിരിക്കും അത്? യെസ്, പെയിൻറ്റർ അല്ലേ. ഓക്കെ, നമുക്ക് ഇവിടെ എഴുതാം പെയിൻറ്റർ. ദെൻ യെസ്, ചൂലൊക്കെയാണല്ലേ നൽകിയിട്ടുള്ളത്. അപ്പോൾ അതാരായിരിക്കും? ജോബ് എന്താണ്? യെസ്, സ്വീപ്പർ അല്ലേ. സ്വീപ്പർ. നെക്സ്റ്റ് കാറിൻ്റെ പിക്ചറാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അതെന്തായിരിക്കും? ഡ്രൈവർ അല്ലേ. ജോബ് എന്താണ്? ഡ്രൈവർ. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ നിങ്ങൾക്കിത് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.